ഫ്രീഡം ഫയൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ഫ്രീഡം ഫയൽസിൽ എത്രയെത്ര മഹാസംഭവങ്ങൾ, എത്രയെത്ര വിപ്ലവകാരികൾ, എത്രയെത്ര പോരാളികൾ അവരുടെ രക്തത്തിൽ കുതിർന്നതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. 1943 സെപ്റ്റംബർ 10 പുലർച്ചെ 6 മണിക്ക് മദ്രാസ് സെൻട്രൽ ജയിലിൽ വക്കം ഖാദർ എന്ന ധീര വിപ്ലവകാരിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. രക്തസാക്ഷിയാകുമ്പോൾ വക്കം ഖാദറിന് 26 വയസ്സായിരുന്നു. തലേന്ന് രാത്രിയിൽ ഉറ്റ സഖാവ് ബോണിഫസ് പെരേരയ്ക്കും വാപ്പയ്ക്കും എഴുതിയ കത്തുകളിലൂടെ വക്കം ഖാദറിൻ്റെ വിപ്ലവ ബോധ്യം എത്രമാത്രം അടിയുറച്ചതായിരുന്നു എന്ന് വെളിവാകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ബോണി, ഒരു ഭീകര ദുരന്തമാണ് വരാൻ പോകുന്നതെന്ന് കരുതരുത്. ഇന്ന് ലോകത്ത് സംഭവിക്കാറുള്ള നിസ്സാര കാര്യങ്ങളിൽ ഒന്ന് മാത്രം നിങ്ങളുടെ കൺമുന്നിൽ നടന്നിട്ടുള്ള മറ്റ് പല സംഭവങ്ങളുമായി തട്ടിച്ചാൽ നമ്മുടെ മരണം, നമ്മുടെ എളിയ ത്യാഗം എഴുതിക്കൊണ്ടിരിക്കുന്ന വാചകത്തിൽ നിന്ന് ഒരു വാക്ക് വെട്ടിക്കളയുന്നത് പോലെ മാത്രമാണ്. നമ്മുടെ മരണം മറ്റനേകം പേരുടെ ജനനത്തിന് വഴിയൊരുക്കും. എണ്ണമറ്റ വീരന്മാർ, മഹാത്മാക്കളായ ഭാരതപുത്രന്മാർ, മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും ത്യജിച്ചവർ ഇതിനകം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അവരോട് താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ പൂർണ്ണചന്ദ്രൻ്റെ മുമ്പിലെ വെറും മെഴുകുതിരികൾ. മരണത്തിന് തൊട്ടു മുൻപ് ഒരു യുവാവ് എഴുതിയ വാക്കുകളാണിവയെന്നത് അവിശ്വസനീയമായി തോന്നും. തികഞ്ഞ യാഥാർത്ഥ്യബോധ്യത്തോടെയും വിനയാന്വിതമായും എഴുതിയ വാക്കുകൾ. അന്ന് രാത്രിയിൽ തന്നെ വാവക്കുഞ്ഞിനും വക്കം ഖാദർ ഒരു കത്തെഴുതി. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയാനിടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കില്ല, തീർച്ചയായും അഭിമാനിക്കുക തന്നെ ചെയ്യും. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ എന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കവിതയോടെയാണ് കത്ത് അവസാനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വക്കം ഗ്രാമത്തിൽ കടത്തുകാരനായ വാവക്കുഞ്ഞിൻ്റെയും ഉമ്മലുമ്മയുടെയും 4ാമത്തെ മകനായി 1917 മെയ് 15 അബ്ദുൽ ഖാദർ ജനിക്കുന്നത്. നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പുരോഗമന ചിന്തകൾക്ക് വേരോട്ടമുണ്ടായിരുന്ന മണ്ണായിരുന്നു വക്കം. ശ്രീനാരായണ ഗുരു വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പിതാവിൻ്റെ സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരു വക്കം മൗലവിയുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു. ഗുരുവിൻ്റെ സാന്നിധ്യവും വക്കം ഗ്രാമത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഗുണപരമായ ചലനം സൃഷ്ടിക്കുകയുണ്ടായി. വക്കം ഗ്രാമത്തിൻ്റെ അക്കരക്കരയിൽ കായ്ക്കരയിലാണ് കുമാരനാശാൻ ജനിച്ചത്. അങ്ങനെ അബ്ദുൽ ഖാദർ ജനിച്ചത് മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ വക്കം ഗ്രാമത്തിലായിരുന്നു. സാമൂഹ്യാന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത കൊണ്ട് കൂടിയാവണം അന്യായമെന്ന് തോന്നുന്നത് എന്തിനേയും കുട്ടിക്കാലത്ത് തന്നെ ഖാദർ ചോദ്യം ചെയ്യുമായിരുന്നു. തിരുവിതാംകൂർ സന്ദർശനത്തിനെത്തിയ മഹാത്മാഗാന്ധിയെ ജനസാഗരത്തിന് നടുവിലൂടെ കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഖാദർ തൊടുകയുണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങിയ ഖാദർ ഏറെ താമസിയാതെ തന്നെ ബ്രിട്ടീഷ് പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായി മാറി. ഖാദറിനെ അന്വേഷിച്ച് CID-മാർ നിരന്തരം വീട്ടിൽ വന്നിരുന്നത് വാവക്കുഞ്ഞിനെ വിഷമിപ്പിച്ചു. 1938 പഠനം പൂർത്തിയാക്കിയ ഖാദർ കൂടുതൽ പ്രവർത്തനങ്ങളിലും വായനയിലും മുഴുകി. നാട്ടിൽ ഒരു ഹിന്ദു പെൺകുട്ടിയുമായി ഖാദർ പ്രണയത്തിലായത് പിതാവിന് തീരെ യോജിക്കുവാൻ കഴിയുമായിരുന്നില്ല. അന്യ മതസ്ഥയുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് പിതാവ് നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന ഖാദറിനെ നാട്ടിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടും അത്യാവശ്യമാണെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ 1938 തൻ്റെ 22ാമത്തെ വയസ്സിൽ ഖാദർ മലയായിലേക്ക് യാത്ര തിരിച്ചു. മലയായിലെ ക്ലോങ്ങിൽ PWD വകുപ്പിൽ ഓവർസിയറായി ജോലി ലഭിച്ചു. ജോലിയിലിരിക്കെ തന്നെ മലയാളികളുടെ സംഘടനയിൽ ചേർന്ന് സാമൂഹ്യ പ്രവർത്തനവും ആരംഭിച്ചു. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കരിനിഴൽ ലോകത്താകെ വ്യാപിക്കുന്ന സന്ദർഭമായിരുന്നു അത്. 2ാം ലോക മഹായുദ്ധം രൂക്ഷമായി മുന്നേറുമ്പോൾ രാജ്യത്തെ ബാധിക്കുന്ന ചില സുപ്രധാന ചരിത്ര സംഭവങ്ങളും നടന്നു. യുദ്ധത്തിൽ ഇന്ത്യയും പങ്കുചേർന്നിരിക്കുന്നതായി ബ്രിട്ടൻ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളുമായോ നേതാക്കളുമായോ ജനപ്രതിനിധികളുമായോ യാതൊരുവിധ കൂടിയാലോചനകളും ഇല്ലാതെ നടത്തിയ ആ പ്രഖ്യാപനം ഇന്ത്യൻ ജനതയുടെ ഹിതത്തിന് വിപരീതമായിരുന്നു. ഹിറ്റ്ലറുടെ ആക്രമണത്തിൽപ്പെട്ട് ബ്രിട്ടൻ ദുർബലമായിരിക്കുന്ന ആ സന്ദർഭം ഉപയോഗിച്ച് ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് ഇന്ത്യയിൽ നിന്നും അവരെ പുറത്താക്കണമെന്ന അഭിപ്രായമായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിനുണ്ടായിരുന്നത്. പക്ഷേ ഒരു അന്തിമ സമരത്തിന് ഇന്ത്യ പാകമായിട്ടില്ലെന്ന് ഗാന്ധിജി വിധിച്ചു. എന്നാൽ അത് കേട്ട് അടങ്ങിയിരിക്കുവാൻ നേതാജി തയ്യാറായിരുന്നില്ല. ഫോർവേഡ് ബ്ലോക്കിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച അദ്ദേഹത്തെ 1940 ജൂലൈ 2 അറസ്റ്റ് ചെയ്തു.
ജയിലിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചതിനെ തുടർന്ന് 7-ാം ദിവസം അദ്ദേഹം മോചിപ്പിക്കപ്പെട്ട് വീട്ടുതടങ്കലിലായി. എങ്ങനെയെങ്കിലും ഇന്ത്യക്ക് വെളിയിൽ കടന്ന് ഒരു പ്രവാസ ഗവൺമെൻറ് രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം വീട്ടുതടങ്കലിൽ നിന്നും രഹസ്യമായി രക്ഷപ്പെട്ടു. തുടർന്ന് അദ്ദേഹം നടത്തിയ അതിസാഹസികവും ശ്രമകരവുമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചു. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ അദ്ദേഹം ഭാരതീയരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആവേശകരമായ സന്ദേശങ്ങൾ നൽകി. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി റാഷ് ബിഹാരി ബോസ് എന്ന വിപ്ലവകാരി ജപ്പാനിലെത്തുകയും 1924 ടോക്കിയോയിൽ വെച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപീകരിക്കുകയും ചെയ്തിരുന്നു. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുകയും സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കി യുദ്ധസന്നദ്ധത വളർത്താനുള്ള ഒരു വേദിയായി അത് രൂപാന്തരപ്പെടുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തോടുള്ള അഭിവാഞ്ഛയും പൊതുപ്രവർത്തന താല്പര്യവും സ്വതവേയുള്ള വക്കം ഖാദർ ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി മുഴുകി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സന്നദ്ധതയും ഉത്സാഹവും ദേശീയ ബോധവും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ പ്രവർത്തകരിൽ അത്യധികമായ സംതൃപ്തി ഉളവാക്കി. ഇതേ സമയം തന്നെ 1942 ക്യാപ്റ്റൻ മോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ജപ്പാന്റെ സഹായത്തോടുകൂടി ഇന്ത്യൻ സൈനികരുടെ ഒരു ദളം രൂപീകരിക്കുകയും അതിന് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ജപ്പാന്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് ജപ്പാൻ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങളിലെ ഇന്ത്യക്കാരെയും യുദ്ധത്തടവുകാരെയും ചേർത്തുകൊണ്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് വിപുലീകരിക്കുവാൻ റാഷ് ബിഹാരി ബോസ് 1942 ജൂണിൽ പൂർവേഷ്യൻ ഭാരതീയരുടെ വിപുലമായ ഒരു പ്രതിനിധി സമ്മേളനം ബാങ്കോക്കിൽ വിളിച്ചു ചേർത്തു. ഈ യോഗത്തിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ സൈന്യമായി ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുവാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു. അതിൻ്റെ മുഖ്യ സൈന്യാധിപനായി മോഹൻ സിംഗിനെ നിയോഗിക്കുകയും ചെയ്തു. പൂർവേഷ്യൻ ഭാരതീയരുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതാജിയുടെ സമ്പൂർണ്ണ നേതൃത്വം അത്യാവശ്യമാണെന്ന് വിലയിരുത്തുകയും അദ്ദേഹത്തെ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി സിംഗപ്പൂരിലെത്തിക്കുവാൻ ജപ്പാൻ ഗവൺമെൻറ്റിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ സിവിൽ കർത്തവ്യങ്ങളും ഭരണപരമായ ചുമതലകളും ഏറ്റെടുക്കുന്നതിന് പരിശീലനം നൽകുന്ന ഒരു വിദ്യാലയം പെനാങ്കിൽ സ്ഥാപിച്ചു. സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം 2 ശാഖകളായി തിരിച്ചിരുന്നു. ഒന്ന് സിവിലിയന്മാർക്കുള്ള പരിശീലനം, മറ്റൊന്ന് ആത്മഹത്യാ സ്ക്വാഡിനുള്ള പരിശീലനം. സൈനികരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അർപ്പണബോധത്തോടെ പോരാടാനുള്ള ദേശീയബോധം ജ്വലിപ്പിച്ചു നിർത്തുക എന്നതായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയായി ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന അപസ്വരങ്ങളെ അതിജീവിക്കുവാൻ ജാതി മത വർണ്ണ പ്രദേശഭേദമന്യേ നാം എല്ലാവരും ഭാരതീയരാണ് എന്ന ദേശീയതാബോധം വളർത്തിയെടുക്കുക എന്നത് മാത്രമാണ് പോംവഴിയെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ചാരപ്രവർത്തനത്തിന് പ്രത്യേക പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ആത്മഹത്യാ സ്ക്വാഡ് രൂപീകരിച്ചിരുന്നത്. പ്രത്യേകമായ ഇൻ്റർവ്യൂ നടത്തി ഏറ്റവും ധൈര്യശാലികളെന്ന് ബോധ്യം വന്നവരെ മാത്രമാണ് ഈ സ്കൂളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ആത്മഹത്യാ സ്ക്വാഡിൽ ചേരുന്ന അംഗങ്ങൾ സ്വന്തം ചോര മഷിയാക്കി പ്രതിജ്ഞ എഴുതി ഒപ്പിടേണ്ടതുണ്ടായിരുന്നു. ആത്മഹത്യാ സ്കൂളിൽ അംഗമാകുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ദേശാഭിമാനികളായ ചെറുപ്പക്കാർ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ അവരിൽ ഏറ്റവും സമർത്ഥരായ 33 പേരെ മാത്രമേ തെരഞ്ഞെടുത്തുള്ളൂ. ഇതിൽ 33ാമത്തെ ആളായി അബ്ദുൽ ഖാദർ തെരഞ്ഞെടുക്കപ്പെട്ടു. പരിശീലന വേളയിൽ അബ്ദുൽ ഖാദറിൻ്റെ കായികക്ഷമതയും ധൈര്യവും സഹപ്രവർത്തകരെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. സൂയിസൈഡ് സ്ക്വാഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 33 പേരിൽ 13 പേർ മലയാളികൾ ആയിരുന്നു. അവരിലൊരാളായിരുന്നു വക്കം ഖാദർ. പെനാങ്കിലെ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കടുത്ത പരിശീലനം നേടിയ വക്കം ഖാദർ ഉൾപ്പെടെ 20 പേരെ ഇന്ത്യയിലെ രഹസ്യപ്രവർത്തനത്തിന് INA നിയോഗിച്ചു. 1942 സെപ്റ്റംബർ 18 പെനാങ്കിൽ നിന്നും ഒരു അന്തർവാഹിനിയിൽ വക്കം ഖാദർ ഉൾപ്പെടെ 5 പേർ പുറപ്പെട്ടു. 16 ബോണിഫേസിൻ്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം പുറപ്പെട്ടിരുന്നു. വക്കം ഖാദറിൻ്റെ സംഘത്തെ 9ാം ദിവസം രാത്രിയിൽ താനൂർ തീരത്ത് നിന്നും 7 കിലോമീറ്റർ മാറി അന്തർവാഹിനിയിൽ നിന്നും ഡിഞ്ചിയിലേക്ക് മാറ്റി. കൂരിരുട്ടിൽ വൻകടലിലെ തിരമാലകളെ വെല്ലുവിളിച്ച് വക്കം ഖാദറും 4 സഹ വിപ്ലവകാരികളും തീരം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. കാറ്റിലും കോളിലും പെട്ട് അവശ നിലയിൽ താനൂർ തീരത്തെത്തിയ വിപ്ലവകാരികൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ പിടിയിലായി. ക്രൂരമായ മർദ്ദനത്തോടെയുള്ള ചോദ്യം ചെയ്യലിനെ വക്കം ഖാദർ കൂസലന്യെ നേരിട്ടു. താനൂരിൽ നിന്നും കണ്ണുകൾ മൂടി 5 പേരെയും ബ്രിട്ടീഷ് പട്ടാളം മദ്രാസിലെ സെൻറ്റ് ജോർജ് കോട്ടയിലെ ജയിലിലേക്ക് കൊണ്ടുപോയി. പിന്നീട് മദ്രാസ് സെൻട്രൽ ജയിലിലേക്ക്
വക്കം ഖാദറും സഹപ്രവർത്തകരും മാറ്റപ്പെട്ടു. അവിടെ വെച്ചാണ് വക്കം ഖാദറെയും 3 സഹവിപ്ലവകാരികളെയും സെപ്റ്റംബർ 13 തൂക്കിലേറ്റിയത്. വക്കം ഖാദർ, അനന്തൻ നായർ, ഫൗജ സിംഗ്, ബർദാൻ ഒരേ സമയം 2 പേരെ വീതം തൂക്കിലേറ്റാനുള്ള സൗകര്യമേ ജയിലിൽ ഉണ്ടായിരുന്നുള്ളൂ. വക്കം ഖാദറിനെയും ഫൗജ സിംഗിനെയും ഒരുമിച്ച് തൂക്കിലേറ്റാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ മരണത്തിന് മുൻപ് അന്ത്യാഭിലാഷമായി വക്കം ഖാദർ ബ്രിട്ടീഷ് അധികാരികളോട് ആവശ്യപ്പെട്ടു, ഹിന്ദു മുസ്ലിം മതമൈത്രിയുടെ പ്രതീകമായി എന്നോടൊപ്പം ഒരു ഹിന്ദു സഹോദരനെയും തൂക്കിലേറ്റണം. വക്കം ഖാദറിൻ്റെ അന്ത്യാഭിലാഷം അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം അനന്തൻ നായരെയും തൂക്കിലേറ്റി. സാഹോദര്യത്തിൻ്റെ ഉയർന്ന മാതൃക സൃഷ്ടിച്ചാണ് വക്കം ഖാദർ രക്തസാക്ഷിത്വം വരിച്ചത്. തികഞ്ഞ സന്തോഷത്തോടെ രക്തസാക്ഷിത്വം വരിച്ച വക്കം ഖാദറിൻ്റെ ആദർശധീരമായ ജീവിത സമര ചരിത്രം ഇന്ത്യയിലെ എത്ര ശതമാനം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? എന്തിന്, അദ്ദേഹം ജനിച്ച കേരളത്തിലെ ജനങ്ങളിൽ എത്ര പേർ വക്കം ഖാദർ എന്ന പേര് കേട്ടിട്ടുണ്ടാവും? വക്കം അബ്ദുൽ ഖാദർ എന്ന പേര് കേൾക്കുമ്പോൾ നവോത്ഥാന നായകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മുഖമായിരിക്കും ആളുകളുടെ മനസ്സിലേക്ക് വരിക. എന്തുകൊണ്ടാണ് ദേശസ്നേഹികളായ ധീര രക്തസാക്ഷികൾ പോലും വിസ്മരിക്കപ്പെടുന്നത്? രാജ്യസ്നേഹത്തെപ്പറ്റി നിരന്തരം പ്രസ്താവിക്കുന്ന ഭരണാധികാരികൾ എന്തുകൊണ്ട് വിപ്ലവകാരികളുടെ യഥാർത്ഥ ചരിത്രം ജനങ്ങളെ പഠിപ്പിക്കുന്നില്ല? ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടുകയും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ചൂഷണം മുക്തമായ ഒരു ഇന്ത്യയെ സ്വപ്നം കാണുകയും ചെയ്തവരാണ് വിപ്ലവകാരികൾ. കൊടിയ ചൂഷണത്തിൽ അധിഷ്ഠിതമായ സ്വതന്ത്ര ഭാരതത്തിലെ ഭരണാധികാരികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമരത്തിൻ്റെ ചരിത്രമായാണ് അവതരിപ്പിച്ചു വരുന്നത്. രക്തം ചിന്താതെ ലഭിച്ച സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റിയുള്ള നിറം പിടിപ്പിച്ച കഥകൾക്ക് നമ്മളുടെ രാജ്യത്ത് ഒരു പഞ്ഞവുമില്ല. എന്നാൽ ഭരണാധികാരികൾ ബോധപൂർവം വിസ്മരിക്കുന്ന വിപ്ലവകാരികളുടെ വീറുറ്റ പോരാട്ടത്തിൻ്റെ ചരിത്രവും കൂടി ചേർത്ത് വയ്ക്കാതെ ഇന്ത്യയുടെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം പൂർണ്ണമാവില്ല. ആധുനിക ദേശരാഷ്ട്ര സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട സ്വാതന്ത്ര്യ സമരം പ്രധാനമായും 2 ധാരകളായാണ് മുന്നോട്ട് പോയത്. ഒന്ന്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോടും ഇന്ത്യൻ ഭൂഷാസിയോടും ഫ്യൂഡൽ മൂല്യങ്ങളോടും സന്ധി ചെയ്ത ധാരയും മറ്റൊന്ന്, ബ്രിട്ടീഷുകാരോടും ഇന്ത്യൻ ഭൂഷാസിയോടും ഫ്യൂഡൽ മൂല്യങ്ങളോടും സന്ധിയില്ലാതെ മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച സന്ധിരഹിത സമരധാരയും. സന്ധിരഹിത സമരധാരയിലെ സമുന്നത നേതൃത്വമായി മാറിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിലൂടെ ഇന്ത്യൻ വിമോചന സേനയായി രൂപപ്പെട്ട INA പോരാളിയായിരുന്നു വക്കം ഖാദർ. 1908 ആഗസ്റ്റ് 11 കേവലം 19 വയസ്സിൽ രക്തസാക്ഷിയായ ഖുദ്റാം ബോസ്, ഭഗത് സിംഗ്, സൂര്യസെൻ, ചന്ദ്രശേഖർ ആസാദ്, പ്രീതിലത വദേദാർ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ അനേകായിരം രക്തസാക്ഷികളും വിപ്ലവകാരികളും വിസ്മൃതിയുടെ ആഴങ്ങളിലാണ്. ആ ധാരയിൽപ്പെടുന്ന വക്കം ഖാദറെ ഭരണാധികാരികൾ ബോധപൂർവം മറക്കുന്നത് സ്വാഭാവികം മാത്രമാണ്. സമകാലിക ഇന്ത്യയിൽ വക്കം ഖാദറിൻ്റെ രക്തസാക്ഷിത്വവും ജീവിത സമരവും ചർച്ച ചെയ്യപ്പെടുന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. തൊഴിലില്ലായ്മയും സാംസ്കാരിക അധപ്പതനവും വർഗീയതയുമൊക്കെ ഗുരുതരമായി തീർന്ന സാഹചര്യത്തിൽ വക്കം ഖാദറും മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളും സ്വപ്നം കണ്ട ഭാരതം എവിടെയെന്ന ചോദ്യം ഉയരേണ്ടതുണ്ട്. രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ തങ്ങൾക്ക് അനഭിമതരായ 100 കണക്കിന് രക്തസാക്ഷികളെ സ്വാതന്ത്ര്യ സമര പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതിന് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന സ്ഥാപനത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ചരിത്രത്തെ വക്രീകരിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ വക്കം ഖാദറിനെ പോലെയുള്ള ധീര വിപ്ലവകാരികളുടെ സ്മരണ നിലനിർത്തേണ്ടത് പുരോഗമനകരമായ സാമൂഹ്യ നിർമ്മാണ രചനയിൽ അനിവാര്യമാണ്. അനുസ്മരണങ്ങൾ വെറുമൊരു അനുഷ്ഠാനമായി മാറുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. വക്കം ഖാദർ ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ച ആദർശ ധീരതയെ മനസ്സിലാക്കുവാനും സ്വജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുവാനുമാണ് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം നമ്മോട് ആവശ്യപ്പെടുന്നത്.